My dear children, welcome to my class. In the previous class we learned that haloalkanes undergo three types of reactions. Nucleophilic substitution reactions, elimination reactions and reaction with metals. We already learned about the nucleophilic substitution reactions. Then the second reaction is elimination reaction. Before going to elimination reaction, can you say what is an alpha carbon atom? Alpha carbon atom. The carbon atom attached to the functional group is known as alpha carbon atom. The carbon atom attached to the functional group is called alpha carbon atom. Here the carbon atom attached to the halogen is called alpha carbon. Then alpha carbon. The next carbon atom is known as beta carbon. The hydrogen atom attached to the alpha carbon is known as alpha hydrogen atom. Then what is an beta hydrogen atom? The hydrogen atom attached to the beta carbon atom. Okay. Then elimination reactions. When a haloalkane or a alkyl halide containing beta hydrogen is heated with alcoholic potassium hydroxide, beta hydrogen atom and the halogen atom are eliminated. Again, when a haloalkane containing beta hydrogen atom is heated with alcoholic potassium hydroxide, the beta hydrogen atom and the halogen atom eliminated. So we get an alkene as the product. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്തു പോകുന്നു, ഇവിടെ ഹാലജൻ ആറ്റവും റിമൂവ് ചെയ്തു പോകുന്നു. ഈ കാർബൺ ഒരു വാലൻസി ഫ്രീ ഉണ്ട്, ഈ കാർബൺ ഒരു വാലൻസി ഫ്രീ ഉണ്ട്, ശരിയല്ലേ? അപ്പൊ അത് രണ്ടും കൂടി അതിനിടയിൽ എന്തുണ്ടാകുന്നു? ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാകുന്നു. ആൽക്കീൻ ഈസ് ദ പ്രോഡക്റ്റ്. Here hydrogen atom and halogen atoms are removed. So this reaction is known as dehydrohalogenation. Dehydrohalogenation. Hydrogen and halogen atoms are removed. Okay. Here the beta hydrogen atom is eliminated. Beta hydrogen atom is eliminated. So this reaction is known as beta elimination reaction. This reaction is known as beta elimination reaction. Okay. Then consider 2-bromobutane. 2-bromobutane. Here, this is the alpha carbon atom. The carbon atom attached to the halogen atom. Then, this carbon atom is the beta carbon atom. This also the beta carbon atom. അല്ലേ? ആൽഫ കാർബണിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ബീറ്റ കാർബൺ. അപ്പൊ രണ്ട് ബീറ്റ കാർബൺ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്? ഇവിടെ ബീറ്റ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ബീറ്റ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇവിടെ നമ്മൾ 2-bromobutane ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായി ഹീറ്റ് ചെയ്യുന്നു. നമുക്ക് രണ്ട് പ്രോഡക്റ്റുകൾ കിട്ടാം, ശരിയല്ലേ? ബീറ്റ എലിമിനേഷൻ റിയാക്ഷനിൽ എന്താണ്? ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ബീറ്റ എലിമിനേഷൻ റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഹാലജൻ ആറ്റവും ബീറ്റ ഹൈഡ്രജൻ ആറ്റവുമാണ് എലിമിനേറ്റ് ചെയ്തു പോകുന്നത്, ഇല്ലേ? അപ്പൊ ഇവിടെ ബീറ്റ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഈ ഹാലജനും ഈ ബീറ്റ ഹൈഡ്രജനും കൂടിയാണ് എലിമിനേറ്റ് ചെയ്തു പോകുന്നതെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഡബിൾ ബോണ്ട് കിട്ടുന്നത്, ശരിയല്ലേ? ഈ ബീറ്റ ഹൈഡ്രജനും ഈ ഹാലജനും കൂടി റിമൂവ് ചെയ്യുന്നു. അപ്പൊ നോക്കിയേ, നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? CH3 CH2 CH ഡബിൾ ബോണ്ട്. ഒരു ഹൈഡ്രജൻ പോയി, ബാക്കി ഡബിൾ ബോണ്ട് CH2. ഓക്കെ. 1-butene is the one product. 1-butene is one of the product. ഓക്കെ. മറ്റൊരു പോസിബിലിറ്റി എന്താണ്? ഇവിടെയും ഉണ്ട് ബീറ്റ ഹൈഡ്രജൻ ആറ്റം, ശരിയല്ലേ? അപ്പൊ എന്താണ്? ഈ ഹാലജനും ഈ ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്യാമല്ലോ. ഈ ഹാലജനും ഈ ഹൈഡ്രജനും കൂടി എലിമിനേറ്റ് ചെയ്യാം,
ഇല്ലേ? അപ്പൊ എവിടെയാണ് ഡബിൾ ബോണ്ട് ഉണ്ടാകുന്നത്? ഈ രണ്ട് കാർബൺ ആറ്റങ്ങളുടെ ഇടയിലാണ് ഡബിൾ ബോണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ എന്തായിരിക്കും പ്രോഡക്റ്റ്? CH3 CH, ഒരു ഹൈഡ്രജൻ പോയി, CH ഡബിൾ ബോണ്ട് CH CH3 ഇല്ലേ? അപ്പൊ ഇതാണ് പ്രോഡക്റ്റ് 2-ബ്യൂട്ടീൻ. 2-ബ്യൂട്ടീൻ ആണ് മറ്റൊരു പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് രണ്ട് പ്രോഡക്റ്റുകൾ കിട്ടുന്നു. ഇതിൽ ഏതാണ് മേജർ പ്രോഡക്റ്റ്? മേജർ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ കൂടുതൽ എമൗണ്ടിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? ഇതിനൊരു ഉത്തരം നൽകിയത് സെയ്റ്റ്സഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സെയ്റ്റ്സഫ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനൊരു ഉത്തരം പറയാം. സെയ്റ്റ്സഫ് റൂൾ വെച്ച് പറയുന്നത് ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷനിൽ മേജർ പ്രൊഡക്റ്റായി വരുന്ന ആൽക്കീൻ, ഏത് ആൽക്കീനാണോ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റങ്ങളിൽ കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളത്, അതായിരിക്കും മേജർ പ്രോഡക്റ്റ്. എന്താണ് സെയ്റ്റ്സഫ് റൂൾ പറയുന്നത്? ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷനിൽ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ആൽക്കീൻ ഏതായിരിക്കും? ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റങ്ങളിൽ കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കീനാണ്. ഏതാണ് മേജർ പ്രോഡക്റ്റ്? ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റങ്ങളിൽ ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കീനാണ് മേജർ പ്രോഡക്റ്റ്. നമുക്ക് നോക്കാം. C ഡബിൾ ബോണ്ട് C, ഇവിടെ C ഡബിൾ ബോണ്ട് C. C ഡബിൾ ബോണ്ട് Cയില് എന്താണ്? കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കണമെന്നാണ് സെയ്റ്റ്സഫ് റൂൾ പറയുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെയുമുണ്ട് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്. C ഡബിൾ ബോണ്ട് C, ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റങ്ങളിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പാണ് ഉള്ളത്. ഇവിടെയോ C ഡബിൾ ബോണ്ട് ആണ്. ഇവിടെ ഇതിൽ ഈ കാർബൺ ആറ്റത്തിൽ മാത്രം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ കാർബൺ ആറ്റത്തിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ല, ഇല്ലേ? അപ്പൊ കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏതിലാണ്? 2-ബ്യൂട്ടീനിലാണ്. അപ്പോൾ സെയ്റ്റ്സഫ് റൂൾ അനുസരിച്ച് ഏതാണ് മേജർ പ്രോഡക്റ്റ്? 2-ബ്യൂട്ടീൻ ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. അപ്പൊ എന്താണ് സെയ്റ്റ്സഫ് റൂൾ? സെയ്റ്റ്സഫ് റൂൾ സ്റ്റേറ്റ് ദാറ്റ് ഇൻ dehydrohalogenation reactions the major alkene is that contains the greater number of alkyl groups attached to the doubly bonded carbon atom. Seitz-Zaff rule states that in dehydrohalogenation reactions, the major alkene is that contains greater number of alkyl groups attached to the doubly bonded carbon atoms. Clear? Third reaction is reaction with metals. What is the reaction between haloalkanes and metals? First one, reaction with magnesium. Reaction between haloalkanes and magnesium. Haloalkanes or alkyl halides react with magnesium in presence of triether gives alkyl magnesium halide. Alkyl halides react with magnesium in presence of triether give alkyl magnesium halide. One example, alkyl halide CH3I plus magnesium in presence of triether gives alkyl, here alkyl group CH3, magnesium halide, halide is iodine, alkyl magnesium halide is obtained. This alkyl magnesium halide is known as Grignard reagent. What is Grignard reagent? Alkyl magnesium halide. Alkyl magnesium halide is known as the Grignard reagent. Here RMG bond. RMG bond means there is carbon metal bond. In Grignard reagent there is carbon metal bond. So this Grignard reagent is known as organometallic compounds. Grignard reagents are also known as organometallic compounds.
because in Grignard reagent there is carbon metal bond. Okay. And this Grignard reagent is highly reactive. It reacts with sources of protons like water, alcohol, etc. Grignard reagent react with water, alcohol, etc. to produce hydrocarbons. When Grignard reagent react with the water or alcohol, we get hydrocarbon. One example, RMgX plus water gives RH hydrocarbon. RMgX. Example, R CH3 Mg X iodine. Grignard reagent plus water H2O gives RH. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? CH3H അതായത് CH4 ഹൈഡ്രോകാർബൺ. മീഥൈൻ is the product. Okay. Then reaction with sodium metal. What is the reaction between haloalkanes and sodium metal? Alkyl halides react with sodium metal in dry ether, give hydrocarbons. Alkyl halides react with sodium metal in dry ether to give hydrocarbons. And this hydrocarbon containing double the number of carbon atoms present in the alkyl halide. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിലെ ഹൈഡ്രോകാർബൺ, ആ ഹൈഡ്രോകാർബണിൽ നമ്മൾ എടുത്ത ആൽക്കൈൽ ഹാലൈഡിൽ ഉള്ളതിന്റെ ഇരട്ടി കാർബൺ ആറ്റം പ്രസന്റ് ആണ് എന്ന് അർത്ഥം. വൺ എക്സാമ്പിൾ, CH3Cl ആൽക്കൈൽ ഹാലൈഡ്. 2 മോളിക്യൂൾസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം മെറ്റൽ. ഇവിടെ സോഡിയം ക്ലോറൈഡ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് പോകുന്നു. ബാക്കി എന്തുണ്ട്? CH3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ഹൈഡ്രോകാർബൺ കിട്ടി. ഈ ഹൈഡ്രോകാർബണിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എടുത്ത ആൽക്കൈൽ ഹാലൈഡിൽ ഉള്ള കാർബൺ ആറ്റത്തിന്റെ ഡബിൾ കാർബൺ ആറ്റം ഉണ്ട്. നമ്മൾ എടുത്ത ഹലോ ആൽക്കൈനിൽ എത്ര കാർബൺ ഉണ്ടായിരുന്നു? 1 കാർബണേ ഉള്ളൂ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. This reaction is known as Wurtz reaction. Then what is Wurtz reaction? Alkyl halides react with sodium metal in triether to give hydrocarbons containing double the number of carbon atom than the alkyl halide. Reactions of haloarenes. First reaction, nucleophilic substitution reactions. These haloarenes are less reactive towards nucleophilic substitution reactions. നമ്മൾ ഹാലോ ആൽക്കൈൻസിനെ പഠിച്ചു, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ചു ഇല്ലേ? SN1 മെക്കാനിസം, SN2 മെക്കാനിസവും പഠിച്ചു. പക്ഷേ എന്താണ്? ഹാലോ അറീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. Why haloarenes are less reactive towards nucleophilic substitution reactions? The main reasons are, first reason, resonance effect. These are the different resonance structures of haloarenes. Chlorobenzene. In this figure, it is clear that there is a partial double bond character between carbon and halogen. A partial double bond character between carbon and halogen. Due to this partial double bond character, it is not easy to break this carbon halogen bond. So, nucleophilic substitution reaction എന്ന് വെച്ചാൽ എന്താണ്? ന്യൂക്ലിയോഫൈൽ വന്നു ഈ ഹാലജൻ ആറ്റത്തിന് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഈ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യണം ഇല്ലേ? ഇവിടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ മൂലം ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പാടാണ്. Okay, then the second reason is difference in
ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ CX ബോണ്ട്. അതായത് ഹാലോ ആൽക്കൈനുകൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട് ഇല്ലേ? പക്ഷെ ഹാലോ അറീൻസ് എന്താണ്? ലെസ് റിയാക്റ്റീവ് ആണ്. അതിന് കാരണം എന്താണ്? ഹാലോ അറീനിലെയും ഹാലോ ആൽക്കൈനുകളിലെയും CX ബോണ്ടിലുള്ള കാർബണിന്റെ ഹൈബ്രിഡൈസേഷനിലുള്ള വ്യത്യാസം ആണ്. നമുക്ക് ഒരു ഹാലോ അറീൻ എടുക്കാം, ഒരു ഹാലോ ആൽക്കൈനും എടുക്കാം. ഹാലോ അറീനിൽ കാർബൺ CX ബോണ്ടിലെ കാർബൺ ഏത് ഹൈബ്രിഡൈസേഷൻ ആണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ശരിയാണ്, ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഈ കാർബൺ ഹാലജൻ ബോണ്ടിലെ കാർബൺ sp2 ഹൈബ്രിഡൈസേഷനിൽ ആണ്. പക്ഷെ ഒരു ഹാലോ ആൽക്കൈൻ എടുക്കുകയാണെങ്കിലോ ഈ കാർബണാറ്റ് ഏത് ഹൈബ്രിഡൈസേഷനിലാണ്? sp3 ഹൈബ്രിഡൈസേഷനിലാണ്. അപ്പൊ ഹാലോ അറീനിലെ CX ബോണ്ടിലെ കാർബൺ sp2 ഹൈബ്രിഡൈസേഷനിലാണ്. അതിന്റെ അർത്ഥം ആ കാർബണിന് S ക്യാരക്ടർ കൂടുതലാണ് ഇല്ലേ? ഇവിടെ sp2, ഇവിടെ sp3യും. അപ്പൊ S ക്യാരക്ടർ ഇവിടെ കൂടുതലാണ്. X ക്യാരക്ടർ കൂടും തോറും ആ കാർബണിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമ്പോ എന്ത് സംഭവിക്കും? ഈ CX ബോണ്ടിലെ ഇലക്ട്രോണുകളെ അതെന്ത് ചെയ്യും? സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യും. അപ്പൊ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് അർത്ഥം. അതാണ് മറ്റൊരു റീസൺ. അതേപോലെ തന്നെ ഹാലോ ആൽക്കൈനിലെ CX ബോണ്ട് ലെങ്ത് 177 പൈക്കോമീറ്ററും ഹാലോ അറീനിലെ കാർബൺ ഹാലജൻ ബോണ്ട് ലെങ്ത് 169 പൈക്കോമീറ്ററുമാണ്. അതായത് ഹാലോ ആൽക്കൈനിലെ CX ബോണ്ട് ലെങ്ത് കൂടുതലും ഹാലോ അറീനിലെ CX ബോണ്ട് ലെങ്ത് കുറവുമെന്നാണ് അർത്ഥം. നമുക്കറിയാം ബോണ്ട് ലെങ്ത് കൂടും തോറും ആ ബോണ്ടിന്റെ എന്ത് കുറയുന്നു? സ്ട്രെങ്ത് കുറയുന്നു. അതായത് ആ ബോണ്ടിനെ നമുക്ക് വേഗം എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാം ഇല്ലേ? അപ്പൊ ഇവിടെ ബോണ്ട് ലെങ്ത് കൂടുതലാണ്. നമുക്ക് ഈ കാർബൺ ഹാലജൻ ബോണ്ട് വേഗം എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ ബോണ്ട് ലെങ്ത് കുറവാണ്. അതിന്റെ അർത്ഥം CX ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടുതലാണ് എന്ന് അർത്ഥം. നെക്സ്റ്റ് റീസൺ, ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺ. നമുക്ക് ഹാലോ അറീനെ എടുക്കാം. ഒരു ഹാലോ അറീനെ എടുക്കുകയാണെങ്കിൽ അത് സെൽഫ് അയണൈസേഷൻ നടക്കുന്നു. സെൽഫ് അയണൈസേഷൻ എന്ന് വെച്ചാൽ അത് Cl മൈനസും C6H5 പ്ലസുമായിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ ഫിനൈൽ കാറ്റയോൺ എന്ന് വിളിക്കുന്നത്. ഫിനൈൽ കാറ്റയോൺ. ഈ ഫിനൈൽ കാറ്റയോൺ അൺസ്റ്റേബിൾ ആണ്. ഇത് അൺസ്റ്റേബിൾ ആകാൻ കാരണം എന്താണ്? ഇതിന് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എഴുതാൻ പറ്റുകയില്ല. എത്രത്തോളം റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് എഴുതാമോ അത്രത്തോളം സ്റ്റേബിൾ ആണ് ആ മോളിക്യൂള്. ഇപ്പൊ ക്ലോറോ ബെൻസീൻ നമ്മൾ നോക്കുന്നു, ഇത്രയും റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എഴുതുന്നു, അത്രത്തോളം സ്റ്റേബിൾ ആണ്. പക്ഷെ അത് അയണൈസ് ചെയ്യുന്നു. അയണൈസ് ചെയ്തുണ്ടാകുന്ന കാറ്റയോൺ എന്ന് പറയുന്നത് എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അതിന് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇലക്ട്രോൺ പെയറുള്ള ക്ലോറിൻ പോയി, പിന്നെ എങ്ങനെ അവിടെ കോഞ്ചുഗേഷൻ നടക്കും? അപ്പൊ അതിന് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എഴുതാൻ പറ്റുകയുമില്ല. അതിന്റെ സ്റ്റെബിലിറ്റി കുറയുമാണ്. അപ്പൊ ഈ ഉണ്ടാകുന്ന കാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി കുറയുന്നത് കൊണ്ട് SN1 റിയാക്ഷൻ നടക്കുകയും ഇല്ല. ഓക്കെ, then next reason, repulsion between the nucleophile and the pi electron cloud of the benzene ring. ന്യൂക്ലിയോഫൈലിന് എന്തായിരിക്കും? ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും ഇല്ലേ? ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച്. വൺ എക്സാമ്പിൾ നമ്മൾ OH മൈനസ് എന്ന് എഴുതി. അപ്പൊ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഉള്ള ആളാണ്, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഈ ന്യൂക്ലിയോഫൈൽ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ബെൻസീൻ റിങ്ങിന്റെ പ്രത്യേകത എന്താ? ഈ ഹാലോ അറീനിന്റെ പ്രത്യേകത എന്താണ്? ഇതും റിച്ച് ആണ്, പൈ ഇലക്ട്രോണുകൾ ഉണ്ട്. പൈ ഇലക്ട്രോണുകളാൽ റിച്ച് ആണ് ഏതെന്ന് പറയുന്നത്? ഈ ഹാലോ അറീനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പൈ ഇലക്ട്രോണുകളും ന്യൂക്ലിയോഫൈലും തമ്മിൽ എന്ത് വരുന്നു? റിപ്പൽഷൻ വരുന്നു. റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയോഫൈൽ ആൻഡ് ദി പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ദി ബെൻസീൻ റിംഗ്. അപ്പൊ അവര് തങ്ങൾ ന്യൂക്ലിയോഫൈലും ഈ ബെൻസീൻ റിംഗും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാകുന്നു ഇല്ലേ? അതിന്റെ ഫലമായിട്ട് അതെന്താകുന്നു? ലെസ് റിയാക്റ്റീവ് ആകുന്നു. Then these are the reasons. First reason, resonance effect. Second reason, difference in the hybridization of carbon atom in CX bond. Third reason, instability of the phenyl cation.
And the last reason, repulsion between the nucleophile and the pi electron cloud of the benzene ring. ഇനി നമുക്ക് ഹാലോ അറീനുകളുടെ ചില ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ OH മൈനസ് ഗ്രൂപ്പ്. Chlorobenzene is heated with sodium hydroxide at a temperature 623 Kelvin and at a high pressure 300 atmosphere. We get sodium salt of phenol. Sodium salt of phenol is known as sodium phenoxide. On acidification, this sodium phenoxide is converted to phenol. Here Cl. Cl atom is substituted by hydroxyl group. Okay. Then presence of electron withdrawing groups at ortho and para positions increases the reactivity of haloarenes towards nucleophilic substitution reactions. Presence of electron withdrawing groups at ortho and para position increases the reactivity of haloarenes towards nucleophilic substitution reactions. So one example, para-nitrochlorobenzene. Nitro group എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. When para-nitrochlorobenzene is heated with sodium hydroxide at a temperature 443 Kelvin and followed by acidification, we get para-nitrophenol. ഇല്ലേ, ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്, പ്രഷറും ഇല്ല. ഇല്ലേ, അപ്പം നൈട്രോ ഗ്രൂപ്പിന്റെ പ്രസൻസിൽ എന്ത് ചെയ്തു? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒന്നുകൂടെ എന്തായി? സ്പീഡായി എന്ന് അർത്ഥം. Then another example, 2,4-dinitrochlorobenzene. പാരാ പൊസിഷനിലും ഓർത്തോ പൊസിഷനിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായ NO2 ഗ്രൂപ്പ്. Then heated with the sodium hydroxide at 368 Kelvin, followed by acidification, we get 2,4-dinitrophenol. ഇല്ലേ, ടെമ്പറേച്ചർ അല്പം കൂടി കുറഞ്ഞു. ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നപ്പോൾ. ഓക്കെ, then 2,4,6-trinitrochlorobenzene. 2,4,6. Warmed with water, we get 2,4,6-trinitrophenol. എന്ത് ചെയ്താൽ മതി? അതിനെ ജസ്റ്റ് വാട്ടറുമായിട്ട് വാം ചെയ്താൽ മതി. Cl ആറ്റം ആരാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? OH മൈനസിനാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. This 2,4,6-trinitrophenol is known as the picric acid. What is picric acid? 2,4,6-trinitrophenol is picric acid. Then second reaction is electrophilic substitution reactions. Electrophilic substitution reactions of haloarenes. Consider the resonance structures of haloarenes. ഇവിടെ മൈനസ് ചാർജ് ഏതൊക്കെ പൊസിഷനിലാണ്? ഇലക്ട്രോൺ റിച്ച് ഏതൊക്കെ പൊസിഷനിലാണ്? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് മൈനസ് ചാർജ്. ഇല്ലേ, റെസൊണൻസ് സ്ട്രക്ചറിൽ നോക്കിയാൽ മൈനസ് ചാർജ് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏതൊക്കെ പൊസിഷനിൽ നടക്കുന്നു എന്നാണ് അർത്ഥം? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നടക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹാലജൻ എന്ന് പറയുന്നത് ഓർത്തോ പാരാ ഡയറക്റ്റീവ് ഗ്രൂപ്പാണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നടക്കുന്നു. കാരണം ഇലക്ട്രോഫൈൽസ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോൺ ലവിങ്. ഇലക്ട്രോഫൈൽസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോഫൈൽസ് ഇലക്ട്രോൺ ലവിങ്. അപ്പൊ ഇലക്ട്രോൺ റിച്ച് എവിടെയാണോ അവിടെ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. ഓക്കെ, ദെൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിന് എക്സാമ്പിൾ ആണ് ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ, ഫ്രീഡൽ ക്രാബ്സ് റിയാക്ഷൻ എക്സെട്ര. ദെൻ ഫസ്റ്റ് വൺ, ഹാലജനേഷൻ. When chlorobenzene is treated with chlorine in presence of anhydrous ferric chloride, we get a mixture of two products. ഏതൊക്കെ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന പ്രോഡക്റ്റുകളായിരിക്കും? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിരിക്കണം, അല്ലേ?
കാരണം ഹാലജൻ എന്ന് പറയുന്നത് ഓർത്തോ പാരാ ഡയറക്റ്റീവ് ഗ്രൂപ്പാണ്. അപ്പൊ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നടന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇല്ലേ, ഏതൊക്കെ പ്രോഡക്റ്റുകൾ കിട്ടും? 1,4-ഡൈക്ലോറോബെൻസീനും ഇവിടെ എന്താണ് കിട്ടുന്നത്? 1,2-ഡൈക്ലോറോബെൻസീനുമാണ് കിട്ടുന്നത്. അതിൽ 1,4-ഡൈക്ലോറോബെൻസീൻ ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. ഓക്കെ, then second reaction, nitration. In nitration, chlorobenzene is treated with a mixture of concentrated nitric acid and concentrated sulfuric acid. We get a mixture of, എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഓർത്തോ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു പ്രോഡക്റ്റ് കിട്ടുന്നു, പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു പ്രോഡക്റ്റ് കിട്ടുന്നു. ഇല്ലേ, ഓർത്തോ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് ആൻഡ് പാരാ പൊസിഷനിൽ NO2 ഗ്രൂപ്പ്. Next electrophilic substitution reaction of haloarine is sulfonation. Sulfonation is the reaction with sulfuric acid. When chlorobenzene is heated with concentrated sulfuric acid, SO3H group is substituted at ortho and para positions. Ortho positionilum para positionilum SO3H group substitute ചെയ്യുന്നു. Then Friedel-Crafts reaction. When chlorobenzene is treated with chloromethane in presence of anhydrous aluminium chloride, the CH3 group is substituted at ortho and para position. Similarly, when chlorobenzene is treated with acetyl chloride CH3COCl in presence of anhydrous aluminium chloride, CH3 group is substituted at ortho and para positions. Then third type of reaction is reaction with the metals. How haloarenes react with the metals? First one, Wurtz-Wittig reaction. When a mixture of haloarene and alkyl halide is heated with sodium metal in presence of triether, we get an alkyl arene. This reaction is known as Wurtz-Wittig reaction. One example, when we heat chlorobenzene and chloromethane with sodium metal in presence of triether, we get toluene. Wurtz-Wittig reactionil ഒരു ഹാലോ അറീനും ഹാലോ ആൽക്കൈനും കൂടിയാണ് ഹീറ്റ് ചെയ്യുന്നത്. Then Wittig reaction. When the haloarene alone heated with sodium metal in presence of triether, we get biaryl. Biphenyl. ഇവിടെ നോക്കിയേ, ക്ലോറോബെൻസീൻ ആരുമായി ഹീറ്റ് ചെയ്യുന്നു? സോഡിയം മെറ്റലുമായി ഹീറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? ബൈഫിനൈൽ കിട്ടുന്നു. അപ്പൊ ഏതൊക്കെയാണ് ഹാലോ അറീനുകൾ കാണിക്കുന്ന റിയാക്ഷൻസ്? ന്യൂക്ലിയോഫിലിക് റിയാക്ഷനിൽ എന്താണ്? ലെസ് റിയാക്റ്റീവ് ആണ്. പിന്നെ നമ്മൾ പഠിച്ച ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ OH ഗ്രൂപ്പ് പഠിച്ചു. പിന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് നടക്കുന്നത്. എന്താണ് കാരണം? ഹാലജൻ ആറ്റം എന്ന് പറയുന്നത് ഓർത്തോ പാരാ ഡയറക്റ്റീവ് ആണ്. പിന്നെ മൂന്നാമത് പഠിച്ച റിയാക്ഷൻ ആണ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, Wurtz-Wittig റിയാക്ഷനും Wittig റിയാക്ഷൻസ്. താങ്ക് യു ചിൽഡ്രൻ.